ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പിള്ളേർക്കൊക്കെ സ്കൂൾ ലീവാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുറച്ച് ചിക്കനാണുള്ള ഒരു 300 ഗ്രാം. ആ ചിക്കനും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കിട്ടി. ആ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു മീഡിയം സൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ലെങ്ത്തായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് മൈദമാവ്, ഒരു സ്പൂണ് കോൺഫ്ലവർ, പിന്നെ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. വെള്ളമൊന്നും വേണ്ട, വെള്ളമൊക്കെ ആദ്യം ഒട്ടും ഇല്ലാതെ ഈ ഇറച്ചിയിൽ തന്നെ അത്യാവശ്യം ചെറിയ വെള്ളം ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ വെച്ച് നല്ലതുപോലെ ചൂടായാൽ ആദ്യം ചിക്കൻ മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓരോ സൈഡിലും ഒരു 5 മിനിറ്റ് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഫ്രൈ ആവും. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയാലുണ്ട്. അപ്പം നമ്മളെ ചിക്കന് ഞാനിവിടെ മാറ്റി വെക്കാം. നമുക്ക് അതേ ഓയിലിൽ തന്നെ നമുക്കിനി നമ്മുടെ ആദ്യം ബാക്കിയുള്ള ആ പൊട്ടാറ്റോൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പൊട്ടാറ്റോന് നമ്മുടെ ചിക്കൻ്റെ അത്ര ഇതുണ്ടാവില്ല, അതിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ആ പൊട്ടാറ്റോ കൂടെ വെന്താൽ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അതൊക്കെ കോരി വെച്ചു അതേ ഓയിലിൽ തന്നെ ആ ഓയിലിൽ കുറച്ചിട്ട് ഒരു 3 വലിയ സവോള അധികം നൈസാകാതെ മീഡിയം സൈസ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ഇടുക, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർക്കുക അതിൻ്റെ അകത്ത്. പിന്നെ ഒരു വലിയ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റുക 2-3 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനും പൊട്ടാറ്റോ കൂടെ ചേർക്കുക. 2 പച്ചമുളക്, ഒരു വലിയ സ്പൂണ് ടൊമാറ്റോ സോസ്, പിന്നെ കോൺഫ്ലവർ 2 സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസ് കൂടെ ഒഴിക്കണം. സോയാ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് കുറച്ച് ഒഴിച്ച് എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഓക്കെ, അതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയതുകൊണ്ട് നമ്മളെ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ നമ്മളെ പൊട്ടാറ്റോ ചിക്കൻ മഞ്ചൂരി സൂപ്പർ ആയതുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ചോറ് കൂടെ വേണമല്ലോ. അപ്പോൾ ചോറിന് അവിടെ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രം എടുത്തിട്ട് 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കുറച്ച് ഗീ ഒഴിച്ചിട്ട് തിന്നായി കട്ട് ചെയ്ത ഒരു സവോള നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മളതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ട്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ അകത്ത് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഓൾ സ്പൈസസ് ആയിട്ടില്ല, കുറച്ച് നമ്മളെ പട്ടയുടെ ഇല, ലവങ്ങ, ഏലക്ക, പട്ട ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇതേ ഓയിലിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മളത് മൂപ്പിച്ചെടുത്താൽ പട്ടയുടെ ഇതിൻ്റെ ഞാൻ ഇട്ട സാധനങ്ങളൊക്കെ ഇത്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്ക് കഴുകി വെച്ച അരി അതിൻ്റെ അകത്ത് ചേർക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇവിടെ എടുത്തുന്ന 600 ഗ്രാം GTSൻ്റെ ബുള്ളറ്റ് റൈസാണ്. അതാകുമ്പോൾ അധികം ഉടഞ്ഞൊന്നും പോവില്ല, കുറച്ച് വേവും കൂടുതലുണ്ടാവും. മറ്റേ ജീരശാല പോലെ പെട്ടെന്ന് വെന്ത് പോവില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേ ഓയിലിൽ തന്നെ. എന്നാലിതാണ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ചോറൊക്കെ. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്ത് തിളപ്പിച്ച വെള്ളം ചേർക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് ഒരു 1.25 കപ്പ് തൊട്ട് 2 കപ്പ് വരെ വെള്ളം ചേർക്കേണ്ടത്. വേവുള്ളതാണെങ്കിൽ ഞാൻ ഇതിന് ഏകദേശം 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. തിളച്ച വെള്ളം ചേർക്കുന്നത്. തിളച്ച വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പോളം വെള്ളം ചേർത്തു. നമ്മൾ ഒരു ക്യാരറ്റ് കൂടെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. നമുക്കെന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ സ്റ്റീമൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ വന്നിട്ട് മുഴുവനായിട്ടുണ്ടാവും. അന്നേരം നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1 മണിക്കൂറോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ സൂപ്പറായിട്ട് ചോറാവും. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നാടൻ സ്റ്റൈൽ ഗീ റൈസ് റെഡിയായി. അപ്പം കുട്ടികളൊക്കെ വളരെ ഹാപ്പിയായി. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ബായ്.